രതീഷ് എണീക്കു രതീഷ്. Cheers. Cheers. Yep, that's me. You're probably wondering how I ended up in this situation. എവിടെ പോവാ ധൃതി പിടിച്ച്? ഇത് കണ്ടി ട്രാഫിക് കണ്ടില്ല, ഒടുക്കത്തിരക്ക്. എനിക്കവിടെ വേഗം എത്തണം. ഇന്ന് നമ്മുടെ ഷജിലാസ് കിച്ചണിലില്ലേ മത്സ്യസദ്യ ഉണ്ട്. മത്സ്യസദ്യ എന്ന് എനിക്ക് അവർ ഉദ്ദേശിക്കുന്നത് തന്നെ അത് എല്ലാം പച്ചക്കറി റിപ്ലേസ് ചെയ്ത് അതിന് പകരം സീ ഫുഡ്. അപ്പോൾ ഫിഷ് ഉണ്ട്, ഞണ്ടുണ്ട്, ചെമ്മീനുണ്ട്, പല പല വെറൈറ്റി ഫിഷുകളുണ്ട്. അപ്പോൾ അതും എല്ലാം ചോറും കൂടി ഒരു പിടിക്കാന്ന് വിചാരിച്ചല്ലോ. ആകാശം അവിടെ ഒന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോയി ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ അതെ നിങ്ങളും പോരി ബാ. നമ്മളെ ഷജിലാസ് കിച്ചണിൽ എത്തിയിട്ടുണ്ട്. ഷജിലാസ് കിച്ചണിൽ ഒരാൾ ഇവിടെ കാത്തിരിക്കണ കണ്ടോ, പൊളിക്കാൻ റെഡി ആയിട്ട് പിന്നല്ല മാത്രമേ ഉള്ളൂ. ഇത് വലിയ സെറ്റപ്പാണ്. ഞണ്ട് കറിയാണത്. കൊറേ എന്തൊക്കെയുണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ സ്വന്തം സുബീർക്ക ഫിഷ് പിക്കിൾ, ബീട്രൂട്ട് പച്ചടി, ഫിഷ് ചമ്മന്തി, തോരൻ, സ്ക്വിഡ് വറുവൽ, അവിയൽ വിത്ത് കല്ലുമക്കായ്, ക്രാബ് റോസ്റ്റ്, ഫിഷ് ഫ്രൈ. മെയിൻ സാധനം പറ, സാമ്പാർ പറ. ചെമ്മീൻ തീയൽ, ചെമ്മീൻ സാമ്പാർ, കിങ് ഫിഷ് ട്രിവാൻഡ്രം കറി, മാംഗോ ചെമ്മീൻ കറി, സബോധന പായസം, പപ്പടം. ചെമ്മീനിട്ട് സാമ്പാർ ആരായി ചെക്കണെങ്കിലും ഇനി നമ്മൾ എല്ലാവരും കഴിക്കുമല്ലോ. ഹാലിഫാക്സിലുള്ള എല്ലാ മലയാളികളും ഇനി കഴിക്കും. ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. പിന്നെ റൈസ്, ചോറ് റൈസ് അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് ആണോ? റൈസ് അൺലിമിറ്റഡ്, കറികൾ ലിമിറ്റഡ്. അന്നൊരു പിടിപിടിക്കാൻ ഞങ്ങളുടെ ക്യാമറമാൻ ബാക്കിലുണ്ട് കേട്ടോ. പിടിച്ച ക്യാമറയിൽ നിൽക്കൂലെന്നാ പറഞ്ഞത്. അതുകൊണ്ട് മനപ്പുറം ഇട്ടതാണ്. ചൂട് പഴംപൊരി, ചൂട് പഴംപൊരി, ചൂട് പഴംപൊരി. എന്താ ഞങ്ങള് മത്സ്യസദ്യക്കാൻ വന്ന സാധനമൊക്കെ നെഞ്ചത്ത് കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ഷജിലാസ് കിച്ചൺ. സല്ലിയുടെ ഐഡിയ ആണത് മത്സ്യസദ്യ എന്ന് പറഞ്ഞാലേ. എങ്ങനെ തോന്നി സാമ്പാറിനകത്ത് മീനിടാൻ? സാമ്പാറിലുണ്ട്, കല്ലുമ്മേക്ക അവിയലുണ്ട്. കേട്ടിട്ടില്ല ഈ സാധനം. ചുമ്മാ എനിക്ക് തോന്നി ആൾക്കാർക്ക് സ്പെഷ്യൽ കൊടുക്കണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കൊടുക്കണ്ട. എല്ലാരും കൊടുക്കുന്നത് കൊടുത്ത ഒരു രസം കാണും. ശരിയാ, വെറൈറ്റി പിടിക്കാൻ വെറൈറ്റി പിടിക്കാൻ നല്ല പണ്ട് കാലത്തുള്ള ഉണക്ക കൊഴുവയില്ലേ, വേറെ നാട്ടിൽ നൊത്തോലി, അത് മാങ്ങയിട്ട് അത് നല്ല ടേസ്റ്റാ. കറിയായിട്ട് കറിയല്ല, തോരൻ. പഴയ കാലത്തെ കറികളാണ്. അതായത് മാമ്പഴവും ചെമ്മീനും കൊണ്ടൊരു കറി, ഒഴിച്ചു കറി. അതും നല്ല ടേസ്റ്റ്. പിന്നെ പാട്ടുമാട് മത്സ്യ സദ്യ കഴിക്കാൻ 3 നമ്മുടെ മറ്റേ മത്സ്യസദ്യ. നിങ്ങൾ എന്തിട്ട് കഴിക്കണേ? കട്ട് കട്ട് കട്ട്. ഓ മൈ ഗുഡ്നസ്. ഇത് എവിടെ നിന്ന് കഴിക്കും ഞാൻ? സാധനം ഉണ്ടത്. ഓ മൈ ഗുഡ്നസ്, കാണാൻ തന്നെ ഒരു ചന്തമുണ്ട്. ആഹാ, ഇതെങ്ങനെ കഴിക്കൂ? എന്റെ മേത്തുണ്ടല്ലോ കേട്ടോ. പപ്പടം വന്നില്ല, കൊണ്ടാട്ട മുളക് വന്നില്ല അല്ലേ? പപ്പടം കൊണ്ടാട്ട മുളകുണ്ട്. കൊണ്ടാട്ടമുളക്. ഫാൻസി സ്റ്റഫ്. കൊണ്ടാട്ടമുളകും പപ്പടം പറ്റേ ഫുള്ളായിട്ട് എല്ലാം കൂടെ ആയിട്ടാണ് കഴിക്കാൻ.
ഇതെന്താ അത്? പായസം ഉണ്ടത്. അത് ചമ്മന്തി. ചമ്മന്തി. മീൻ ചമ്മന്തി. എന്റെ അപ്പന്റെ അമ്മയുടെയും കല്യാണത്തിന് ഈ ഉടുപ്പെടുക്കാൻ പോവില്ലേ, ആ. ആ ടൈമില് അപ്പന്റെ അമ്മയുടെ കല്യാണത്തിന്. ഞാൻ പോയ കാര്യമല്ല പറയണത്. അവര്. ആ, ഓക്കേ. ഞാനും വിചാരിച്ചു. ഞാനല്ല ഡാൻസ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ഭക്ഷണം കഴിക്കാൻ സദ്യ കാണിച്ചു കൊടുക്ക്. സദ്യ സദ്യ ഇടയ്ക്കിടയ്ക്ക് ആക്ഷൻസ് ഇട്ട് കൊടുക്കാൻ. ഇതെന്താ സാധനം? ഇത് മാങ്ങ കറിയാണ്. ഓ ഈ സാധനം ചോദിക്കും. ഏതാ? ഇത് അടിപൊളി. അത് ഞാൻ മുഴുവൻ ഒഴിച്ചു. ആണോ? ഞാൻ ഓരോ കറികള് സെപ്പറേറ്റ് കഴിച്ചിട്ടിരിക്കുകയാണ്. എല്ലാം റിവ്യൂ ചെയ്യുന്നു. ഞാൻ പാവപ്പെട്ടാളാണ് പക്ഷെ എല്ലാം ടേസ്റ്റ് ഉണ്ട്. എനിക്കിതൊക്കെ മതി. എനിക്ക് ആടം Wow. ഇത് അടിപൊളി. ഇത് ചമ്മന്തി. ഇത് എന്ത് ഒരു ഉണക്ക ചമ്മനാണ്. കിട്ടി. കിട്ടി നമ്മുടെ കൂടെ കിട്ടി. ഭക്ഷണം കഴിക്കുമ്പോ വീഡിയോ എടുക്കാൻ ഇപ്പൊ അതൊന്നും കുഴപ്പമില്ല. ആയിവാ, എന്താ ടേസ്റ്റ്? എല്ലാത്തിനും ഓരോ ഡിഫറെന്റ് അല്ലേ. ഓ യാ. വേറൊരു കംപ്ലീറ്റ് ഡിഫറെന്റ് ഫ്ലേവറാണ്. കല്ലുമ്മക്കായ. ആ, ഞന്റെ അടുത്ത് പോയി കാണിച്ചു കൊടുക്കുക. ഇടയ്ക്ക് ഞന്റെ അടുത്ത് പോയി കാണിച്ചു കൊടുക്കും. അഞ്ചൊരു കാണ്ടേന്നു. നീ ശരിക്കും എടുത്തു നോക്കി കാണിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. കഴിക്കുമ്പോ എന്നിട്ട് ഞാൻ തിരിച്ചിടും. ക്ലീൻ ആയിട്ടിരിക്കും. ഷാജി ഇപ്പോഴും മലപ്പെടുത്തത്തിലാണ്. ഞണ്ടിനെ തീറ്റിച്ചോണ്ടിരിക്കുകയാണ്. ഞണ്ട് വെച്ച് പൊക്ലിങ് പിള്ളേര് പണ്ട് പൊക്ലിങ് കുട്ടി മനസ്സാന്ന് തോന്നുന്നു. അവിടെ പോയി കൈ കഴുകണം. അപ്പോ വേണ്ടടാ. ഓ ഇതെന്തോ ആർട്ട് പീസ്. പടം വരക്കുവാണോ? ഫുഡ് ഔട്ട്. അതിന് റെസ്റ്റ് ഇൻ പീസ് ചെയ്യാൻ യാ, ഫുഡ് ആർട്ട് അത്. ആണോ? വിവരമുള്ളവർക്ക് മനസ്സിലായി. താങ്ക് യു വെരി മച്ച്. വയറ് നിറഞ്ഞ് പൊടിച്ച് മനസ്സ് നിറഞ്ഞ്. ആ എല്ലാം ക്യാമറ ഞങ്ങൾ പോയെടുത്തുന്നു. അപ്പൊ അടിപൊളി. അപ്പൊ ഓക്കെ, ശരി. പ്രൊമോഷനിൽ ഇറങ്ങിക്കോണോ? അമ്മേ, ആ ഫുഡ് കഴിച്ചിട്ട് അഭിനയിച്ച് നടക്കാവാനുള്ള വയറൊക്കെ പൊട്ടിപ്പോകുന്നു. ഇളകുന്നുണ്ട്. എങ്ങനെയായിരുന്നു അപ്പൊ സദ്യ? വിഷയ സദ്യ. എന്റെ പൊന്നു, എനിക്ക് നടക്കാൻ വയ്യ. ഞാൻ വിചാരിച്ചതും ചോറൊന്നും മതിയാണ്. പക്ഷെ ഇത്തിരി കഴിച്ചപ്പോ തന്നെ ഉണ്ടല്ലോ വയറ് പൊട്ടിപ്പോയി.